أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين. إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. صدق الله العظيم. സൂറ ആല ഇമ്രാനിലെ 67-68 ആയത്തുകൾ. മാക്കാന ഇബ്രാഹിമു, ഇബ്രാഹിം ആയിരുന്നില്ല, യഹൂദിയായിരുന്നില്ല, വല നസ്രാനിയൻ, ക്രിസ്ത്യാനിയുമായിരുന്നില്ല, വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമ, വലാക്കിൻ പക്ഷേ കാന അദ്ദേഹമായിരുന്നു, ഹനീഫൻ ഋജുമാനസൻ നേരെ ചൊവ്വേ പോകുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. മുസ്ലിമൻ ഹനീഫായ മുസ്ലിം ആയിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ അല്ലെങ്കിൽ ഷിർക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരിൽ പെട്ടവനായിരുന്നില്ല. ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിമ, ഔല എന്ന് പറയുന്നത് വലിയ എന്നതിൻ്റെ നമ്മളെ സൂപ്പർലേറ്റീവ് എന്ന് പറയില്ലേ, എൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. സീഗത്ത് മുബാലഗ. ഔലൻ ഏറ്റവും അടുത്തയാൾ, വലിയ അടുത്തവൻ, ഔല ഏറ്റവും അടുത്തവർ, അന്നാസി ജനങ്ങളോട് ജനങ്ങളിൽ, ബി ഇബ്രാഹിമ ഇബ്രാഹിമിനോട്, ലല്ലദീന തബഊഹു ലല്ലദീന ഒരു കൂട്ടർ തന്നെയാണ്, ഇത്തബഊഹു അദ്ദേഹത്തെ പിൻപറ്റിയ ഒരു കൂട്ടർ തന്നെയാണ്. അതാരാണ്? വഹാദൻ നബിയു വല്ലദീന ആമനു, ഈ നബിയും വഹാദൻ നബിയും അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും വല്ലദീന ആമനു വിശ്വസിച്ചവരും. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ വലിയാകുന്നു അല്ലാഹു. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത് എന്ന് ചോദിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ 2 ആയത്തുകളിൽ. പിന്നെ നിങ്ങൾ വിവരമുള്ളതിൽ തന്നെ തർക്കിക്കുകയാണ്, പിന്നെ വിവരമില്ലാത്തതിലും നിങ്ങൾ തർക്കിക്കണോ എന്നും ചോദിച്ചു. ഇനി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അസൽ സ്ഥിതി എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ വല നസ്രാനിയൻ, യഹൂദി മതക്കാരനോ നസ്രാണി മതക്കാരനോ ആയിരുന്നില്ല. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞു. ഒമാ ഉൻസിലത്തി തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദി. യഹൂദിസം ക്രിസ്ത്യാനിസം എന്നൊക്കെ പറയുന്നത് ഉണ്ടായത് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ശേഷമാണ്, ഒരുപാട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷമാണ്. ഇവിടെ മറ്റൊരു കാര്യവും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ആ യഹൂദി നിലപാടുണ്ടായിരുന്ന ആളുമല്ല, ക്രിസ്ത്യാനി നിലപാടുണ്ടായിരുന്ന ആളുമല്ല, അഥവാ യഹൂദി വംശീയതയോ ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന വാദമോ അതൊന്നും ഉണ്ടായിരുന്ന ആളല്ല ഇബ്രാഹിം അലൈഹിസ്സലാം. വല നസ്രാനിയൻ, നസ്രാണിയുമായിരുന്നില്ല, അഥവാ യേശു കുരിശിൽ തറച്ചതിനെ പറ്റിയും ദൈവപുത്രനാണ് എന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ലല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇനി ആ വാക്ക് വെച്ചും അതിനൊരർത്ഥമുണ്ടാകാം, അഥവാ യഹൂദ ഗോത്രവുമായി ഒരു നിലക്കും ബന്ധമുള്ള ആളല്ല, അഥവാ യഹൂദ ഗോത്രം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ജീവിച്ചയാളാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളിൽ ഒരാളുടെ പേരാണ് യഹൂദ്.
ആ പേരിലേക്ക് ചേർന്ന് ഉണ്ടായതാണ്. ആദ്യം അത് ഗോത്രത്തിന്റെ പേരായി, പിന്നെ നാടിന്റെ പേരായി, പിന്നെ മതത്തിന്റെ പേരായി. യഹൂദക്കാരുടെ മതം എന്ന അർത്ഥത്തിലാണ് യഹൂദ മതം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഹിന്ദുയിസം ഇന്ത്യയിലേക്ക് ചേർത്ത് പറയുന്നത് പോലെ. അങ്ങനെ ആ യഹൂദ എന്ന് പറയുന്ന കാര്യവുമായി ഏതെങ്കിലും തരത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ബന്ധമില്ല. അദ്ദേഹം യഹൂദിന്റെ 3 തലമുറ മുമ്പ് യാക്കൂബ് നബിയുടെ പിതാവ് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ പിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അങ്ങനെ 3ാമത്തെ തലമുറയാണ്. യഹൂദിന്റെ പിതാവ് യാക്കൂബ്, യാക്കൂബിന്റെ പിതാവ് ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ പിതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അതിൽ ചേരൂല. പിന്നെ നസ്രാനിയൻ, നസ്രത്തുമായിട്ട്, നസ്രത്തുകാരുടെ മതം എന്ന അർത്ഥത്തിലാണ് നസ്രാനിയത്ത് എന്ന വാക്ക് തന്നെ ഉണ്ടായത്. ആ കാഴ്ചപ്പാടും ആ പ്രദേശവുമായിട്ടോ അല്ലെങ്കിൽ ആ വംശവുമായിട്ടോ ആ ജനവുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവും ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഉണ്ടായിട്ടില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം ഋജുമാനസനായ മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമ്മൾ സൂറത്തുൽ ബഖറയിൽ കണ്ടു, വജഅൽനാ മുസ്ലിമൈനി ലക. മുസ്ലിമാകുക ആയിരുന്നു എന്ന് പറയുമ്പോൾ വേഗം നമ്മളുടെ മനസ്സ് പോകുക, പൊതുവിൽ ആളുകളുടെ ഒരു ചിന്ത പോകുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എന്ന നിലക്കാണ്. ഇസ്ലാം മത സ്ഥാപകൻ എന്ന നിലയിൽ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് കാണാം പല പുസ്തകങ്ങളിലും, പാഠപുസ്തകങ്ങളിൽ വരെ. യഥാർത്ഥത്തിൽ അത് പൊട്ടത്തെറ്റാണല്ലോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച മതമല്ല ഇസ്ലാം മതം. അതിന്റെ മുമ്പ് ജീവിച്ച ആളുകളുടെ ഇസ്ലാം, ആ ഇസ്ലാമിനെ പിന്തുടരാനാണ്. ഇത്തബിഉ മില്ലത്ത ഇബ്രാഹീമ, ഇബ്രാഹീമിന്റെ മില്ലത്തിനെ പിന്തുടരണം എന്നാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടും അള്ളാഹു കൽപ്പിക്കുന്നത് തന്നെ. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു നിലപാടിന്റെ പേരാണ്. അഥവാ അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെടുക, അവന് വിധേയപ്പെട്ട് ജീവിക്കുക, അവനെ അനുസരിച്ച് കഴിഞ്ഞുകൂടുക. ഇതൊക്കെയാണ് മുസ്ലിം എന്നുള്ള വാക്കിന്റെയും അർത്ഥം. അത് ചെയ്തയാളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടും മുശ്രിക്കുകളോടും എന്താവശ്യപ്പെടുന്നുവോ അത് അങ്ങനെ തന്നെ ചെയ്തയാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന കാര്യത്തിൽ അവർക്ക് പോലും തർക്കമില്ല. ഇതാണ് കാന ഹനീഫൻ മുസ്ലിമൻ എന്ന് പറയുന്നത്. ഈ ഹനീഫൻ എന്ന വാക്ക് ഹനഫ എന്നാണ് അതിന്റെ അസില്. തെറിച്ചു, ചെരിഞ്ഞു എന്നൊക്കെയാണ് മുഫസ്സിറുകൾ. അതുകൊണ്ട് മാല മിനൽ ബാത്തിലി ഇലൽ ഹഖ്, ബാത്തിലിൽ നിന്ന് ഹഖിലേക്ക് ചെരിഞ്ഞവൻ, ചാഞ്ഞവൻ, തെറ്റിയവൻ എന്നൊക്കെ അർത്ഥം പറയും. യഥാർത്ഥത്തിൽ അതിനേക്കാളൊക്കെ ആഴത്തിലുള്ള ഒരു വിവക്ഷ അതിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ചരിത്രം പഠിച്ചു നോക്കുമ്പോഴാണ് നമുക്കത് വ്യക്തമാക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പിതാവ് ആസർ നമ്രൂദിന്റെ മുശ്രിക്കായ അന റബ്ബുക്കുമുൽ അഅല എന്ന് വിളിക്കുന്ന ഭരണകൂടത്തിന്റെ ആത്മീയ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങളും ആദരവും പദവിയും ഒക്കെയാണ് കിട്ടിയിരുന്നത്. ആസറിന്റെ ശേഷം ആര് എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇബ്രാഹിം ആണ് ആയിത്തീരുക. അങ്ങനെ ഇബ്രാഹിമിന്റെ ഭാവിയും വളരെ ശോഭനമായിരുന്നു ഇറാഖിലെ ഊർ നഗരരാജ്യത്തിലെ ആളുകളുടെ കാഴ്ചപ്പാടിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇബ്രാഹിം എന്ന കുട്ടി ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതും അതിനെയൊക്കെ വിമർശിക്കുന്നതും എതിർക്കുന്നതും അതിനൊക്കെ എതിരെ രംഗത്ത് വരുന്നതും. അതൊക്കെ തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ ആ ബാത്തിലുകളെ മുഴുവൻ തട്ടിത്തെറിപ്പിച്ച ഇബ്രാഹിമിനെ കുറിച്ച് അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്ന ചർച്ച തെറിച്ച പയ്യൻ എന്നായിരിക്കുമല്ലോ. അങ്ങനെ ബാത്തിലിനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്നിട്ട് ഹക്ക് സ്വീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇത് ഹക്കിന്റെ ഒരു പ്രത്യേകതയാണ്. ബാക്കി എന്തിനേയും ആളുകൾക്ക് ഒപ്പം സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഇസ്ലാമിനെയും കുഫ്റിനെയും ഒരാൾക്കും ഒപ്പം സ്വീകരിക്കാൻ കഴിയില്ല. അള്ളാഹു ഇലാഹാണ് എന്ന് അംഗീകരിച്ചാൽ പോരാ, അതിന്റെ മുമ്പ് ലാ ഇലാഹ, എല്ലാ ഇലാഹുകളെയും നിഷേധിക്കണം. എല്ലാ ഇലാഹുകളെയും നിഷേധിച്ചിട്ട് വേണം മുഅ്മിനാകാൻ. വമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ്,
ആര് താഗൂത്തിന്റെ കാഫിറാകുകയും എന്നിട്ട് അള്ളാഹിൽ വിശ്വസിക്കുകയും ചെയ്തുവോ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വഖ, സൂറത്ത് ബഖറയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അങ്ങനെ ബാത്തിലിനെ, ലലാലത്തിനെ പൂർണ്ണമായും അതിൽ നിന്നൊക്കെ തെറിപ്പിച്ച് കളയാതെ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ തെറ്റിപ്പോരാതെ, അതിനോടൊക്കെ മമതയും അതിനോടൊക്കെ സ്വീകാര്യതയും പുലർത്തിക്കൊണ്ട് ഒരാൾക്ക് കഴിയുന്ന കാര്യമല്ല മുസ്ലിം ആകുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പേര് പരാമർശിക്കുന്നിടത്തൊക്കെ ഹനീഫ് എന്ന വിശേഷണം അദ്ദേഹത്തേക്ക് ചേർത്ത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വമാ കാന മിനൽ മുശ്രിക്കീൻ, യഹൂദിയായിരുന്നില്ല, നസ്രാനിയായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ആയിരുന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷം പറയാണ്, മുശ്രിക്കുകൾ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങളുടെ പൂർവ്വപിതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന്. വംശം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പാരമ്പര്യത്തിൽ വരുന്നയാളാണ്. അതുകൊണ്ട് യഹൂദിയല്ല നസ്രാനിയല്ല എന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല, പകരം മുശ്രിക്കുമായിരുന്നില്ല. അഥവാ വിഗ്രഹാരാധന സ്വീകാര്യമല്ലാത്തത് കൊണ്ടാണ് ഊറിൽ നിന്ന് സ്വന്തം പിതാവ് വരെ അദ്ദേഹത്തെ ഇന്നാലെ നെർജുമെന്നക്ക, ഞങ്ങൾ നിന്നെ എറിഞ്ഞോടിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി വഹുവ യഹ്ദീൻ, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകുകയാണ്, അവൻ എനിക്ക് വഴികാട്ടിത്തരും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോന്ന് അങ്ങനെയാണ് മക്കയിൽ എത്തിയത് തന്നെ. കഅബ ഉണ്ടായതൊക്കെ അങ്ങനെയാണ്. സൂറത്തുൽ ബഖറയിൽ അത് വിശദമായി വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെത് ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങളെ കഅബയിൽ വെച്ച് ആരാധിക്കുകയായിരുന്നു മുശ്രിക്കുകൾ ചെയ്തത്. ആ മുശ്രിക്കുകൾ പിന്നെ എങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ ഞങ്ങളുടെ പൂർവ്വപിതാവാണ് എന്ന് അവകാശപ്പെടും? വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനും ആയിരുന്നില്ല. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ, ഇബ്രാഹിമുമായിട്ട് ജനങ്ങളിൽ ഏറ്റവും അടുത്ത ആളുകൾ ലല്ലദീന തബഊഹു, അദ്ദേഹത്തെ പിൻപറ്റിയവർ തന്നെയാണ്. ഏത് കാലത്ത് ജീവിച്ചവരാണെങ്കിലും ശരി, ഇബ്രാഹിമുമായിട്ട് ഏറ്റവും അടുത്ത ആളുകൾ അദ്ദേഹത്തെ പിൻപറ്റിയവരാണ്. അദ്ദേഹത്തിനെ ധിക്കരിച്ചവരും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ തള്ളിക്കളഞ്ഞവരും അദ്ദേഹത്തിന്റെ മില്ലത്തിനെ ഉപേക്ഷിച്ചവരും ഒന്നുമല്ല, പിൻപറ്റിയവരാണ്. പിന്നെ പറയുന്നത് ആ തബഉഹു എന്നതിന്റെ വിശദീകരണമാണ്. അഥവാ ഇവിടെ ഇപ്പോൾ ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ അത് ആരാണ്? വഹാദൻ നബിയു, ഈ നബിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമുമായിട്ട് ഏറ്റവും അടുത്തയാള്. വല്ലദീന ആമനു, പിന്നെ അദ്ദേഹത്തിൽ വിശ്വസിച്ച മുഅ്മിനുകളുമാണ് ഇബ്രാഹിം അലൈഹി സ്വലാമുമായിട്ട് അടുത്ത ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്ന ലികുല്ലി നബിയ്യിൻ വുലാത്തം മിനൻ നബിയ്യീൻ വ ഇന്ന വലിയ്യി മിൻഹും അബീ വ ഖലീലു റബ്ബി അസ്സ വജൽ. എല്ലാ നബിമാർക്കും നബിമാരിൽ നിന്ന് വലിയുകൾ ഉണ്ടാകും. ഇന്ന വലിയ്യി മിൻഹും, നബിമാരിൽ നിന്ന് എന്റെ വലിയ്, അബി എന്റെ പിതാവ്, വ ഖലീലു റബ്ബി റബ്ബിന്റെ ഖലീലുമായ, ഖലീലുമാണ് എന്റെ പിതാവും റബ്ബിന്റെ ഖലീലുമായവനാണ് നബിമാരിൽ നിന്ന് എന്റെ വലിയ്. എല്ലാ നബിമാർക്കും അങ്ങനെ വലിയുകൾ ഉണ്ടാകും. വലിയെന്ന് പറഞ്ഞാൽ ആത്മമിത്രം, അതുപോലെ സഹായി, പിന്നെ നേതാവ്, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ അത് ഉപയോഗിച്ചിട്ടുള്ളത് നേതാവ് എന്ന അർത്ഥത്തിലാണ്. ഇബ്രാഹിം നബിമാരുടെ കൂട്ടത്തിൽ എൻ്റെ നേതാവ്. നമ്മൾ സാധാരണ ഈ സംഘടനകളിൽ, രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ അതിൻ്റെ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് ഉണ്ടെങ്കിലും വ്യക്തിക്ക് അയാളുടെ ഒരു ഫേവറൈറ്റ് നേതാവ് ഉണ്ടാകും. അദ്ദേഹത്തെയാണ് ഇദ്ദേഹം മാതൃകയാക്കുക. എന്നതുപോലെ നബിമാരുടെ കൂട്ടത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫേവററ്റ് പേഴ്സണാലിറ്റി അത് ഇബ്രാഹിം അലൈഹി സ്വലാമാണ്. അത് അദ്ദേഹം മാത്രം പറഞ്ഞതല്ല, അള്ളാഹു അദ്ദേഹത്തോട് അങ്ങോട്ട് പറഞ്ഞതുമാണ്, ഇത്തബിഉ മില്ലത്ത ഇബ്രാഹിമ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്ത് പിൻപറ്റുക എന്ന്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും. ഇബ്രാഹിം അലൈഹി സ്വലാം മക്കയിൽ ചെയ്തതിനെ മാതൃകയാക്കുകയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെയ്തത്.
ഒരുപാട് കാര്യങ്ങളിൽ റസൂലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഫാൻസ് ആയത് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളോടുള്ള കാരുണ്യത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാം പിന്നെ ജനങ്ങൾക്ക് മുഴുവൻ പിന്നെ ഈ നാട് സമാധാനമുള്ളതാകണം, ഇവിടുത്തെ മോമിനും പിന്നെ കാഫിറിനും അന്നം കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെ ഹറമാക്കുകയും അവിടെയുള്ള എല്ലാവരെയും പരിഗണിക്കുകയുമായിരുന്നു ചെയ്തത്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളോട് വലിയ കാരുണ്യം കാണിച്ചവനാണ്. പിന്നെ ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക അൻതൽ ഗഫൂറുർ റഹീം. പഠിച്ചവനെ, എന്നെ അനുസരിച്ചവൻ എന്റെ ആളാണ്, എന്നെ ധിക്കരിച്ചവരുടെ കാര്യത്തിൽ നീ കാരുണ്യവാനാണല്ലോ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിലപാടെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുവർത്തിച്ച നിലപാട് അങ്ങനെ തന്നെയാണ്. തന്നെ ദ്രോഹിച്ച ആളുകൾ തന്റെ കീഴടക്കപ്പെട്ടവരായി വന്നിട്ട് അവരോട് ഇദ്ഹബു അൻതുമുത്തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം എന്ന് പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. തായിഫിൽ നിന്ന് കല്ലെറിഞ്ഞോടിച്ച ആളുകളോട് അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് മറുപടി പറയുക മാത്രമല്ല, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, പഠിച്ചവനെ നീ ഇപ്പൊ അവരെ ശിക്ഷിക്കരുത്, അവർക്ക് മാപ്പ് കൊടുക്കണം, അവരറിവില്ലാത്തവരാണ് എന്ന് തന്നെ കല്ലെറിഞ്ഞോടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രത്യേകതകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടത്, അല്ലെങ്കിൽ അതിനെ ഏറ്റെടുത്തതാണ്. മൂസ അലൈഹി സ്വലാം നബിമാരിൽപ്പെട്ടവൻ തന്നെയാണ്, മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ആദരണീയനാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ മൂസ അലൈഹി സ്വലാമിനെ അല്ലല്ലോ ഈ പ്രകൃതത്തിന്റെ ഒന്നും കാര്യത്തില് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാക്കുന്നത്. മൂസ അലൈഹി സ്വലാം ഒരാളെ ഒരറ്റടിക്ക് അങ്ങോട്ട് കൊന്നുകളിയാണ്. റസൂലുള്ള അങ്ങനെ ആരുടെ നേർക്കും കൈയൊങ്ങിയതല്ലല്ലോ നമുക്ക് കാണാൻ കഴിയുക. പ്രകൃതത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഇതൊക്കെയാണ് ഈ ഔലന്നാസി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, വിശ്വാസം, ആദർശം, നിലപാട്, പെരുമാറ്റം, ഈ വക കാര്യങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ നായകനായി സ്വീകരിച്ചയാളായിരുന്നു എന്ന് ചുരുക്കം. വല്ലദീന ആമനു, പിന്നെ ആദർശം കൊണ്ട് അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സത്യവിശ്വാസികളാണ്, അല്ലാതെ യഹൂദന്മാരോ ക്രിസ്ത്യാനികളോ മുശ്രിക്കുകളോ അല്ല എന്നർത്ഥം. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു ആണ് മുഅ്മിനീങ്ങളുടെ വലിയ. അതെന്തിനാണ് പറഞ്ഞത്? ഈ വലിയ എന്നതിന് പല വിവക്ഷകളുണ്ട്. ഇപ്പൊ ഒരാള് പിന്നെ മറ്റൊരാളുടെ വലിയാകുക എന്ന് പറഞ്ഞാല് നേതാവാകുക, സഹായിയാകുക എന്നൊക്കെയാണ്. അങ്ങനെ ഒരാളെ സഹായി എന്ന് വിളിക്കാം, ഒരാളെ നേതാവ് എന്ന് വിളിക്കാം, ഒരാളെ രക്ഷകൻ എന്നൊക്കെ വിളിക്കാം. പക്ഷെ അതൊന്നും അള്ളാഹുവിനെ വലിയായി സ്വീകരിക്കുന്ന അർത്ഥത്തിലല്ല. അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ആരാധിക്കുന്നവരോ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ ഇബ്രാഹിം അലൈഹി സ്വലാം ഞങ്ങളെ രക്ഷിക്കും എന്ന് കരുതി കഴിയുന്നവരോ അതൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ല ഈ നബിയും ഈ വിശ്വാസികളും ഇബ്രാഹിം അലൈഹി സ്വലാമിനെ വലിയായി സ്വീകരിച്ചിട്ടുള്ളത്. പകരം അവരുടെ യഥാർത്ഥ വലിയ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ സ്വീകരിച്ച ആള് എന്ന നിലക്ക് അവർ നേതാവായി കാണുന്ന ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാം എന്നേ അർത്ഥമുള്ളൂ എന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ പിന്നെ ജനങ്ങളിൽ അങ്ങോട്ടടുത്തയാള്, ആശയം കൊണ്ട്, ആദർശം കൊണ്ട്, പാരമ്പര്യം കൊണ്ടും ഒക്കെ ഇബ്രാഹിം അലൈഹി സ്വലാമുമായിട്ട് കൂടുതൽ അടുത്ത ആള് എന്നേ ഔലന്നാസി എന്നത് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അപ്പോൾ പോലും മുഅ്മിനീങ്ങള് യഥാർത്ഥ വലിയായി കാണുന്നത്, അഥവാ പൂർണാർത്ഥത്തിലുള്ള വലിയ ആയി കാണുന്നത്, ഈ അള്ളാഹുമായി പറയുന്ന പല വാക്കുകളും, ഇപ്പൊ ഉദാഹരണമായിട്ട് റബ്ബ്, അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുമ്മ അന്ത റബ്ബി എന്ന് പറയും. അതേ സമയത്ത് അള്ളാഹു തന്നെ അള്ളാഹു അല്ലാത്തവരെ റബ്ബ് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും. അത് ഇപ്പൊ സൂറത്ത് യൂസുഫിലുണ്ട്. അസീസു മിസ്റിനെ കുറിച്ച് റബ്ബ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അറബി ഭാഷയിൽ തന്നെ റബ്ബുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടുടമസ്ഥൻ എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ ഒരാൾ ഇയാളാണ് എന്റെ റബ്ബ് എന്ന് പറയും. നമ്മുടെ പ്രവാസികള് അറബികളെ കുറിച്ച്, അവരുടെ കഫീലുമാരെ കുറിച്ച് അർബാബ് എന്നാണ് സാധാരണ പറയുക. നേരത്തെ നമ്മൾ വേറൊരു വിഷയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതൊക്കെ ആണെങ്കിൽ പോലും യഥാർത്ഥ റബ്ബ് ഇന്ന റബ്ബി അള്ളാഹു റബ്ബി എന്ന് പറയുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ റബ്ബ് ആ പറഞ്ഞ റബ്ബായിട്ട് അത് രണ്ടും രണ്ട് തന്നെയാണ്.
ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വലിയാകുക, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ വലിയായി സ്വീകരിക്കുക എന്നതൊന്നും അള്ളാഹ്ക്ക് പകരമല്ല. അള്ളാഹുവിനെ വലിയായി സ്വീകരിച്ച മുഅ്മിനീങ്ങളിൽപ്പെട്ട നേതാവ് എന്ന നിലക്കാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ക്ലാരിഫൈ ചെയ്യുന്നതിനാണ് അല്ലാഹു തആല അക്കാര്യം അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അള്ളാഹുവിനെ യഥാവിധി വലിയായി സ്വീകരിക്കുന്ന മഹാന്മാരായ നബിമാരെ പിൻപറ്റി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.